ഹായ് ഹലോ. ഈ വർഷത്തെ ഓണം സീരീസ് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ എല്ലാ രസത്തോടും കൂടിയ തൊടുകറി തന്നെയാവാം. അതെ, നമ്മുടെ സ്വന്തം ഇഞ്ചുംപുളി. വീഡിയോ കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറന്നു പോകരുത് കേട്ടോ. സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു തൊടുകറിയാണ് ഇഞ്ചമ്പുളി. മധുരത്തിൻ്റെയും പുളിയുടെയും അതുപോലെ തന്നെ എരിവിൻ്റെയും ഒരു മേളം തന്നെ നമ്മുടെ നാവിൽ തീർക്കാൻ ഈ ഇഞ്ചുംപുളിക്ക് സാധിക്കും അല്ലേ. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇഞ്ചുംപുളി തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഇഞ്ചുംപുളി ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും സാധിക്കുന്ന ഒന്നാണ്. സദ്യയ്ക്ക് 2 ദിവസം മുന്നേ നമുക്ക് ഇഞ്ചുംപുളി തയ്യാറാക്കി വയ്ക്കാം. അതുകൊണ്ട് തന്നെ അതിന് സ്വാദും ഏറും. ഇഞ്ചുംപുളി തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നാടൻ മുളക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നട്ട് വളർത്തി ഉണ്ടാക്കിയ മുളകിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള മുളക് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇഞ്ചുംപുളി ഉണ്ടാക്കുമ്പോൾ നാടൻ മുളകാണ് ഉപയോഗിക്കാൻ ശ്രമിക്കാറ്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഒരുപാട് നാടൻ മുളക് നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നട്ട് വളർത്തി ഉണ്ടാക്കിയില്ലെങ്കിലും നാടൻ മുളകിന് ക്ഷാമമൊന്നുമില്ല. എപ്പോഴും ഒരു 2-3 തൈ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ മുളകൊക്കെ നമുക്ക് നന്നായി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നാടൻ മുളക് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല എരിവും ഉണ്ടാവും, അതുപോലെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അത് നമ്മുടെ ഇഞ്ചുംപുളിക്ക് നമുക്ക് ശരിക്കും ആ ഡിഫറൻസ് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാടൻ മുളക് വെച്ചിട്ട്. അതുപോലെ ഇഞ്ചി വാങ്ങുമ്പോൾ അത്യാവശ്യം മൂത്ത ഇഞ്ചി തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതാവുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അതിന് ആ ഒരു ഇഞ്ചിയുടെ ആ വാസനയും ആ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. അപ്പോൾ മൂത്ത ഇഞ്ചി തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ഞാനിവിടെ 4 അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക ആദ്യം. അതിന് ശേഷം ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ അരിഞ്ഞതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പണി മാത്രമാണ് ഇഞ്ചുംപുളിയിൽ നമുക്ക് മെയിൻ. പിന്നെ കോൽപ്പുളി ഇഞ്ചുംപുളി ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി കഴിഞ്ഞാൽ അതും പിഴിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഇഞ്ചി വാഷ് ചെയ്തിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് കഴുകാനോ വേറെ ഒന്നിനും നിൽക്കുന്നില്ല, കാരണം ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കണം. അതും റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാനൊരു 7 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ. നാടൻ മുളകായതുകൊണ്ട് നമ്മൾ എരിവ് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ താല്പര്യം അതിനനുസരിച്ച് മുളക് ചേർക്കുക. ഇനി നമ്മളിതിൽ മുളക് പൊടി കൂടി ചേർക്കും, അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാൻ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വേറെ താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കണില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചി ചിലപ്പോൾ നമ്മുടെ പാനിലൊന്ന് പിടിച്ചാലും അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അത് ശരിയായി കിട്ടിക്കോളും കേട്ടോ. കാരണം ഇഞ്ചിക്ക് ഒരു പശ പോലെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്ന് വാടി വരുമ്പോൾ ശരിയായിക്കോളും. ഇനി ഇഞ്ചിയൊക്കെ അത്യാവശ്യം മൂത്ത് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു വാസനയാട്ടോ. ഇഞ്ചിമുള്ളി ഉണ്ടാക്കണത് നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്കും അറിയാൻ പറ്റും, അത്രയ്ക്ക് സ്മെല്ലാണ് നമ്മുടെ കിച്ചണിൽ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ താളിച്ച് ചേർക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഇത് നമുക്ക് ഓൾറെഡി ഫ്രൈ ആയി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പാനിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കടുക് താളിച്ച് ചേർക്കാം കേട്ടോ. ഇങ്ങനെയായാലും ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഇത് ഇഞ്ചിയും പച്ചമുളകും മൂപ്പിച്ചെടുത്തിട്ട് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം നമുക്ക് താളിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെയായാലും ചെയ്യാം. ഇതാണ് കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നാറ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ കുറവുള്ള കാരണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ പിടിച്ച വിലയാണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക്
കുറവ് ഉപയോഗിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കടുക് എല്ലാം പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് ചേർത്തതിന് ശേഷം നന്നായി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരു സൈഡിലേക്ക്, അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ 2 രീതിയിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിന് ശേഷം പുളിവെള്ളം ചേർത്തതിന് ശേഷം പൊടികൾ ചേർക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ മുൻപായിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറവേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെയും പുളിയുടെയും കളർ അനുസരിച്ചിരിക്കും നമ്മുടെ ഇഞ്ചും പുളി എത്രയ്ക്ക് ഡാർക്ക് കളർ ആവുക എന്നുള്ളത് തീരുമാനിക്കുക. പുളിയാണ് മെയിനായിട്ട്. നല്ല കറുത്ത പുളിയാണെങ്കിൽ നമുക്ക് നല്ല കറുത്ത ഇഞ്ചും പുളി കിട്ടും കേട്ടോ, അതാണ് കാണാനും ഭംഗി. പിന്നെ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാണ്ട് കട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറ്റിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. ഇനി പുളി ചേർത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ ആദ്യം 2 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കി അരിച്ചിട്ട് ഒഴിച്ചാലും മതി. ഇപ്പോൾ ഞാനിട്ട ശർക്കര 2 എണ്ണം അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പോരാത്തതുകൊണ്ട് ഞാനൊരു അച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എത്രയ്ക്ക് മധുരം ഈ കറിക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. പിന്നെ ഇതിൽ ഫ്ലെയിം കുറച്ച് വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അത്യാവശ്യം നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ അതുകൊണ്ട് നന്നായി തിക്കാവാൻ നിൽക്കണ്ട, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഇത് ഇരുന്ന് നന്നായി ഒന്ന് തിക്കായി വരും. അതുകൊണ്ട് സദ്യയ്ക്ക് മുന്നേ നമ്മളിത് 2 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് എല്ലാം പാകത്തിനായിട്ട് കിട്ടും. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ലൊരു വാസനയും ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഞ്ചും പുളി റെസിപ്പി. എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറന്നു പോകരുത് കേട്ടോ. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.